നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി ഇന്ദ്രേട്ടന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യത്തില് എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഇല്ല ചേരു. എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോണമെന്ന് അച്ഛനാണ് ഇന്ദ്രേട്ടനോട് ആവശ്യപ്പെട്ടതെങ്കിലും അച്ഛനും രഘുവേട്ടനും ഇവിടെ ഇല്ലാത്തപ്പോ എനിക്ക് നിങ്ങളെയൊക്കെ തനിച്ചാക്കി ഇവിടുന്ന് പോകാൻ പറ്റൂ? അച്ഛൻ പോയത് രഘുവേട്ടനെ അമ്പിളി ചേച്ചിയും തറവാട്ടിലുണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കില്ലേ? അപ്പൊ പിന്നെ ബാക്കിയെല്ലാം മറന്ന് അവരിങ്ങോട്ട് വരുമായിരിക്കും. ഞാൻ ഉടനെ ഇന്ദ്രേട്ടന്റെ കൂടെ പോണമെന്നാണോ നിന്റെ ആഗ്രഹം? അങ്ങനെയല്ല ചേച്ചി. അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം ഇന്ദ്രേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണില്ലേ? അച്ഛൻ നമ്മളെല്ലാവരെയും കല്യാണം കഴിപ്പിച്ച് അയച്ചത് വലിയ പ്രതീക്ഷയോടെയാ. ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നത് കാണാൻ അച്ഛന് വലിയ ആഗ്രഹമുണ്ട്. പെൺമക്കളുടെ കാര്യത്തിൽ എല്ലാ അച്ഛന്മാരും അത് തന്നെ ആഗ്രഹിക്കാം. ചില ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നത് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ അച്ഛന്റെ 3 മക്കളും ഇപ്പോ ഭർത്താക്കന്മാരുമായിട്ട് അകന്ന് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയല്ലേ. അത് തന്നെയാണ് അച്ഛന്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് എനിക്കും അറിയാം ചേച്ചി. അച്ഛന്റെ ആഗ്രഹം പോലെ ഇന്ദ്രേട്ടൻ തിരിച്ചു വന്നില്ലേ? ശബരി അതുപോലെ തിരിച്ചു വരും. ചേച്ചി ദേ, നിങ്ങൾ രണ്ടുപേരും അവരോടൊപ്പം പോയാൽ പിന്നെ അച്ഛന്റെ പകുതി വിഷമം മാറും. പിന്നെ അച്ഛന്റെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി ഞാനേ ഉണ്ടാവും. ആ വേദന എങ്ങനെയെങ്കിലും അച്ഛൻ സഹിക്കും. നിന്റെ കാര്യത്തിലും അച്ഛന് ചില പ്രതീക്ഷകളും കണക്കൂട്ടലൊക്കെ ഉണ്ട് മോളെ. നിന്നെ മക്കളെ അച്ഛൻ എന്തായാലും തനിച്ചാക്കില്ല. അച്ഛനുള്ളിടത്തോളം കാലം ഞങ്ങൾ തനിച്ചാവില്ലല്ലോ ചേച്ചി. അനുചേച്ചി ഇന്ദ്രേട്ടന്റെ കൂടെയും ദയ ശബരിയുടെയും കൂടെ പോയ അച്ഛൻ തിരിച്ചു വരും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇനി ശ്രമിക്കേണ്ടത്. നമ്മുടെ അച്ഛൻ എത്രയും വേഗം നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരണം. അച്ഛൻ വന്നിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ പറയേണ്ടതായിരുന്നു. അച്ഛൻ ഇന്ന് പഞ്ചരത്നത്തിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷ പറയാതിരുന്നെ. നിന്റെ കോളേജിലെ കാര്യം എന്തെങ്കിലും ആണോ? അതെ. അത് പിന്നെ അവിടെ ജീവൻ രാജ് വന്നിരുന്നു. അവന് PG എക്സാമിൽ റാങ്ക് ഉണ്ട്. കോളേജിൽ ഫസ്റ്റും യൂണിവേഴ്സിറ്റി ലെവലിൽ 7ാം റാങ്കും. അതിന് നിനക്കെന്താ? നീ എന്തിനാ ഇതൊക്കെ അച്ഛനെ അറിയിക്കാൻ പോകുന്നേ? എന്നെ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചു ചില കാര്യങ്ങൾ പറയാൻ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മഞ്ചാടി ഇരിക്കും. താങ്ക്സ്. മഞ്ചാടി ഇപ്പൊ വന്നതേ ഉള്ളൂ. നോട്ടീസ് ബോർഡൊക്കെ വായിച്ചോ? ഇല്ല മാം. വന്നപ്പോ തന്നെ ഫ്രണ്ട്സ് പറഞ്ഞു പ്രിൻസിപ്പലിനെ വന്ന് കാണാൻ. ഓക്കെ. ഞാൻ മഞ്ചാടിയെ വിളിപ്പിച്ചത് ഇത്തവണത്തെ PG റിസൾട്ടിൽ നമ്മുടെ കോളേജിന് ജീവൻ രാജ് ഒരു റാങ്ക് വാങ്ങിത്തന്ന കാര്യം അറിയിക്കാനാ. അത് ഞാൻ അറിഞ്ഞു മാം. ജീവൻ രാജിനോട് കൺഗ്രാറ്റുലേഷൻസും പറഞ്ഞു. ആഹാ, അപ്പൊ നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നോ? ഞങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട കാര്യമില്ലല്ലോ മാം. കേസ് നടക്കല്ലേ. കോടതിയില്ലേ ഇനി അയാളെ ശിക്ഷിക്കേണ്ടത്. ഓഫ് കോഴ്സ്.
കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനുള്ള അധികാരം കോടതിക്ക് മാത്രമാണ്. അത് കോടതി ചെയ്യട്ടെ. മഞ്ചാടിയെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചതിന് ജീവൻ രാജ് അറസ്റ്റിലായപ്പോ കോളേജും അയാൾക്കെതിരെ ശിക്ഷാ നടപടികൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോ അയാൾ ഈ കോളേജിന് ഉണ്ടാക്കി തന്ന നേട്ടത്തെ കണ്ടില്ലെന്ന് നടിക്കാനും ഒരു പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് എനിക്ക് കഴിയില്ല മഞ്ചാടി. ഉയർന്ന വിജയങ്ങൾ നേടുന്ന സ്റ്റുഡൻസിനെ ഈ കോളേജ് എന്നും ആദരിച്ചിട്ടേ ഉള്ളൂ. ജീവൻ രാജ് യൂണിവേഴ്സിറ്റി ലെവലിൽ തന്നെ 7ാം റാങ്ക് കരസ്ഥമാക്കിയ സ്റ്റുഡന്റാണ്. പക്ഷെ അയാൾക്കെതിരെ മഞ്ചാടിയുടെ കേസ് ഉള്ളതുകൊണ്ട് ഒരു അനുമോദന ചടങ്ങ് പോലും വയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. മഞ്ചാടി അതിനെതിരെ പ്രതികരിച്ച അത് വലിയൊരു ന്യൂസാവും. കോളേജിന്റെ പേരിന് തന്നെ അതൊരു കളങ്കായി മാറും. ഞാൻ പ്രതികരിക്കാതിരുന്നാ പോരെ മാം. ജീവൻ രാജ് ചെയ്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെ അയാളുടെ പഠന മികവിനും അംഗീകാരം കിട്ടണം. അതിന് ഞാനൊരിക്കലും എതിരല്ല മാം. വെരി ഗുഡ്. മഞ്ചാടിക്ക് നല്ലൊരു മനസ്സുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയുക, ജീവൻ രാജിന്റെ തുടർന്നുള്ള പഠനത്തിന് കോളേജിന്റെ സ്നേഹോപഹാരം മാത്രം പോരെ, സർവകലാശാലയുടെ അംഗീകാരം കൂടി വേണം. ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾക്കത് ലഭിക്കില്ലെന്ന് മഞ്ചാടിക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ. മാം എന്താ പറഞ്ഞു വരുന്നത്? നോനോ, ഞാൻ കൂട്ടിയൊന്നിനെ പ്രേരിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞാനൊരു പ്രിൻസിപ്പൽ മാത്രമല്ല, ഒരമ്മ കൂടിയാ. എന്റെ ഇളയ മകന് ജീവൻ രാജിന്റെ പ്രായമാ. അവൻ ഇപ്പൊ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ്. ജീവൻ രാജിന്റെ അവസ്ഥ എന്റെ മകനാണ് സംഭവിച്ചതെങ്കിലോ എന്ന് ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു റിക്വസ്റ്റായി എടുത്താൽ മതി. ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നിയമത്തിന്റെ വഴി. പക്ഷേ കുറ്റബോധമുള്ള ഒരാളെ നന്മയുടെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ വഴി. മഞ്ചാടിക്കിതിൽ ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം. ദൈവത്തിന്റെ മനസ്സ് നീ കാണിച്ച ജീവൻ രാജ് എന്ന ചെറുപ്പക്കാരന് നല്ലൊരു ഭാവി ഉണ്ടാവും, നല്ലൊരു ജീവിതവും ഉണ്ടാവും. അവനും അവന്റെ കുടുംബവും മഞ്ചാടിയോട് എന്നും കടപ്പെട്ടവരായിരിക്കും. എനിക്കിപ്പോ ഒന്നും പറയാനാവില്ല മാം. അച്ഛനോടും വീട്ടുകാരോടൊക്കെ സംസാരിക്കണം. അതിനുശേഷം ഞാൻ മാമിന് ഒരു മറുപടി തരാം. മതി. അനുകൂലമായിട്ട് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നീ കാണിച്ചല്ലോ, അത് മതി. മഞ്ചാടി പോയിക്കോളൂ. താങ്ക് യു മാം.